ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം അഞ്ചാவது ஸ்கந்தத்தில் அதா மங்களகரமாயிருக்கிற விம்சதிதமோ அத்தியாயः 20வது அத்தியாயம் ശ്രേഷ്ഠமான 20வது അധ്യായം. ശ്രീ ശുക பிரம்மர்ஷியாக்கும் பரீட்சித்துக்கு தீபுகளோடு வர்ணனையை நடத்துகிறார். அதனால ஸ்ரீ சுக உவாஜா அப்படின்னு சொல்லிட்டு இந்த அத்தியாயம் ஆரம்பிக்கப்படுறது. 1வது கத்திய பாகம். ஸ்ரீ சுக உவாச்ச அதஹ பரம் ப்ளட்ச ஆதீனாம் பிரமாண லட்சண சம்ஸ்தானதஹ வர்ஷ விபாக உபவர்ண்யதே. அத பரம் ப்ளட்சாதீனாம் பிரமாண லட்சண சம்ஸ்தானதோ വർഷ വിഭാഗ ഉപവർണ്യത്തെ. രണ്ടാമത് ഗദ്യഭാഗം. ജംബൂദ്വീപഃ അയം യാവത് പ്രമാണ വിസ്താരഃ താവതാ ചാര ഉദിനാ പരിവേഷ്ടിതഃ യദാ മേരുഃ ജംബു ആഖ്യേന ലവണ ഉദതിഃ അഭി തതഃ ദ്വിഗുണവിശാലേന പ്ലക്ഷ ആഖ്യേന പരിക്ഷിപ്തതഃ യദാ പരിഗാ ബാഹ്യ ഉപവനേന പ്ലക്ഷഃ ജംബുപ്രമാണഃ ദ്വീപ ആഖ്യാഗരഃ ഹിരണ്മയ ഉത്തിതഃ യത്ര അഗ്നിഃ ഉപാസ്തേ സപ്ത ജിഹ്വഃ തസ്യ അധിപതിഃ പ്രിയവ്രതാത്മജഃ ഇത്മജിഹ്വഃ സ്വം ദീപം സപ്തവർഷാണി വിഭജ്യ സപ്തവർഷനാമഭ്യഃ ആത്മജേഭ്യഃ ആഗലയ്യ സ്വയം ആത്മയോഗേന ഉപരരാമ. ജംബുദ്വീപോയം യാവത് പ്രമാണ വിസ്താരസ്താവതാ ചാരോദതിനാ പരിവേഷ്ടിതോ യദാ മേരുർ ജംബ്വാക്യേന ലവണോദതിരഭി തതഃ ദ്വിഗുണവിശാലേന പ്ലക്ഷാക്യേന പരിക്ഷിപ്തോ യദാ പരിഗാ ബാഹ്യോപവനേന പ്ലക്ഷോ ജംബുപ്രമാണോ ദീപാഖ്യാഗരോ ഹിരണ്മയ ഉത്തിതോ യത്രാഗ്നിരുപാസ്തേ സപ്തജിഹ്വസ്തസ്യ അധിപതിഃ പ്രിയവ്രതാത്മജഃ ഇദ്മജിഹ്വാ സ്വം ദീപം സപ്തവർഷാണി വിഭജ്യ സപ്തവർഷനാമഭ്യ ആത്മജേഭ്യ ആഗലയ്യ സ്വയമാത്മയോഗേനോപരരാമ. മൂന്നാമത് ഗദ്യഭാഗം. ശിവം യവസം സുഭദ്രം ശാന്തം ക്ഷേമം അമൃതം അഭയം ഇതി വർഷാണി തേഷു ഗിരയഃ നദ്യഃ ച സപ്ത ഏവ അഭിജ്ഞാതാഃ. ശിവം യവസം സുഭദ്രം ശാന്തം ക്ഷേമം അമൃതം അഭയം ഇതി
वर्षाणि तेषु गिरयो नद्यश्च सप्तैवाभिज्ञाता നാലാമത് ഗദ്യഭാഗം മണികൂടോ വജ്രകൂട ഇന്ദ്രസേനഃ ജ്യോതിഷ്മാൻ സുവർണഃ ഹിരണ്യഷ്ടിവഃ മേഘമാല ഇതി സേതുശൈലാഃ അരുണാ നൃമ്ണാ അംഗീരസി സാവിത്രീ സുപ്രഭാതാ ഋതംബരാ സത്യംബരാ ഇതി മഹാനദ്യഃ യാസാം ജലോപസ്പർശന വിദൂത ജലഃ ഉപസ്പർശന വിദൂത രജഃ തമസഃ ഹംസപതംഗ ഊർധ്വ അയന സത്യാഗസപ്ജ്ഞാഃ ചത്വാരഃ വർണ്ണാഃ സഹസ്രായുഷഃ വിബുധഃ സഹസ്രായുഷഃ വിബുധോപമ സന്ദർശന പ്രജനാനാ സന്ദർശന പ്രജനനാഃ സ്വർഗദ്വാരം ത്രയാ വിദ്യയാ ഭഗവന്തം ത്രയീമയം സൂര്യം ആത്മാനം യജന്തേ മണികൂടോ വജ്രകൂട ഇന്ദ്രസേനോ ജ്യോതിഷ്മാൻ സുവർണോ ഹിരണ്യഷ്ടിവോ മേഘമാല ഇതി സേതുശൈലാഃ അരുണാ നൃമ്ണാ അംഗീരസി സാവിത്രീ സുപ്രഭാതാ ഋതംബരാ സത്യംബരാ ഇതി മഹാനദ്യഃ യാസാം ജലോപസ്പർശന വിദൂത രജസ്തമസോ ഹംസപതംഗോർധ്വായന സത്യാംഗസപ്ജ്ഞാശ്ചത്വാരോ വർണ്ണാഃ സഹസ്രായുഷോ വിബുധോപമ സന്ദർശന പ്രജനനാഃ സ്വർഗദ്വാരം ത്രയാ വിദ്യയാ ഭഗവന്തം ത്രയീമയം സൂര്യമാത്മാനം യജന്തേ. അഞ്ചാമത് ഗദ്യഭാഗം പ്രജ്ഞസ്യ വിഷ്ണോഃ രൂപം യത് സത്യസ്യ ഋതസ്യ ബ്രഹ്മണഃ അമൃതസ്യ ച മൃത്യോഃ ച സൂര്യം ആത്മാനം ഈമഹി ഇതി. പ്രജ്ഞസ്യ വിഷ്ണോരൂപം യത് സത്യസ്യ ഋതസ്യ ബ്രഹ്മണഃ അമൃതസ്യ ച മൃത്യോശ്ച സൂര്യമാത്മാനമീമഹി ഇതി. ആറാവത് ഗദ്യഭാഗം പ്ലക്ഷ ആദിഷു പഞ്ചസു പുരുഷാണാമായുഃ ഇന്ദ്രിയം ഓജഃ സഹ ബലം ബുദ്ധിഃ വിക്രമ ഇതി ച സർവേഷാം ഔത്പത്തിഃ സിദ്ധിഃ അവിശേഷേണ വർത്തതേ. പ്ലക്ഷാദിഷു പഞ്ചസു പുരുഷാണാമായുരിന്ദ്രിയമോജസഃ സഹോബലം ബുദ്ധിർവിക്രമ ഇതി ച സർവേഷാം ഔത്പത്തിഃ സിദ്ധിരവിശേഷേണ വർത്തതേ. പ്ലക്ഷാദിഷു പഞ്ചസു പുരുഷാണാമായുരിന്ദ്രിയമോജ
सहोबलं बुद्धिर्विक्रम इति च सर्वेषाम् औत्पत्तिः सिद्धिरविशेषेण वर्तते। ഏഴാവത് ശ്ലോകം. പ്ലക്ഷഃ സ്വസമാനഃ ഇക്ഷുരസഃ ഉദേന ആവൃതഃ യഥാ തഥാ ദീപഃ അവി ശാൽമലഃ ദ്വിഗുണവിശാലഃ സമാനേന സുരോദകേന ആവൃത പരിവൃങ്ക്തേ. പ്ലക്ഷ സ്വസമാനേക്ഷുരസോദേനാവൃതോ യഥാ തഥാ ദീപോऽപി ശാൽമലോ ദ്വിഗുണവിശാലസമാനേന സുരോദകേനാവൃത പരിവൃങ്ക്തേ. എട്ടാവത് ഗദ്യഭാഗം. യത്ര ഹ വൈ ശാൽമലീ പ്ലക്ഷയാമാ യസ്യാം വാവ കില നിലയം ആഹുഹു ഭഗവതഃ ഛന്ദസ്തുതഃ പദത്രിരാജസ്യ സാ ദ്വിബഹൂതയേ ഉപലക്ഷ്യത്തെ. യത്ര ഹ വൈ ശാൽമലീ പ്ലക്ഷായാമാ യസ്യാം വാവ കില നിലയമാഹുർഭഗവത ഛന്ദസ്തുത പദത്രിരാജസ്യ സാ ദ്വിബഹൂതയേ ഉപലക്ഷ്യത്തെ. ഒമ്പതാവത് ഗദ്യഭാഗം. തത് ദ്വീപ അധിപതിഃ പ്രിയവ്രത ആത്മജഃ യജ്ഞബാഹുഃ സ്വസുതേഭ്യഃ സപ്തഭ്യഃ തന്നാമാനി സപ്തവർഷാണി വ്യഭജത്. സുരോചനം സൗമനസ്യം രമണകം ദേവവർഷം പാരിഭദ്രം ആപ്യായനം അവിജ്ഞാതം ഇതി. തദ്ദീപാധിപതിഃ പ്രിയവ്രതാത്മജോ യജ്ഞബാഹുഃ സ്വസുതേഭ്യഃ സപ്തഭ്യഃ തന്നാമാനി സപ്തവർഷാണി വ്യഭജത്. സുരോചനം സൗമനസ്യം രമണകം ദേവവർഷം പാരിഭദ്രമാപ്യായനമവിജ്ഞാതമിതി. തദ്ദീപാധിപതി പ്രിയവ്രതാത്മജോ യജ്ഞബാഹു സ്വസുതേഭ്യ സപ്തഭ്യസ്തന്നാമാനി സപ്തവർഷാണി വ്യഭജത്. സുരോചനം സൗമനസ്യം രമണകം ദേവവർഷം പാരിഭദ്രമാപ്യായനമവിജ്ഞാതമിതി. പത്താവത് ഗദ്യഭാഗം. തേഷു വർഷ അദ്രയഃ നദ്യഃ ച സപ്തൈവ അഭിജ്ഞാതാഃ സ്വരസഃ ശതശൃംഗഃ വാമദേവഃ കുന്തഃ മുകുന്ദഃ പുഷ്പവർഷഃ സഹസ്രശ്രുതിഃ ഇതി അനുമതിഃ സിനീവാലീ സരസ്വതീ കുഹു രജനീ നന്താരാകാ ഇതി. തേഷു വർഷാദ്രയോ നദ്യശ്ച സപ്തൈവാഭിജ്ഞാതാ സ്വരസ ശതശൃംഗോ വാമദേവ കുന്തോ മുകുന്ദ പുഷ്പവർഷ സഹസ്രശ്രുതിരിതി അനുമതി
सिनीवाली सरस्वती कुहू रजनी नन्तारागा इति 11ാவது ഗദ്യഭാഗം തത് വർഷപുരുഷാഃ ശ്രുതധര വീര്യധര വസുന്ധര ഇഷന്ധര സജ്ഞാഃ ഭഗവന്തം വേദമയം സോമമാത്മാനം വേദേന യജന്തെ തദ്വർഷപുരുഷാ ശ്രുതധര വീര്യധര വസുന്ധര ഇഷന്ധര സജ്ഞാഃ ഭഗവന്തം വേദമയം സോമമാത്മാനം വേദേന യജന്തെ തദ്വർഷപുരുഷാ ശ്രുതധര വീര്യധര വസുന്ധരേഷന്ധര സംജ്ഞാ ഭഗവന്തം വേദമയം സോമമാത്മാനം വേദേന യജന്തെ 12ാவது ഗദ്യഭാഗം സ്വഗോഭിഃ പിതൃദേവേഭ്യഃ വിഭജൻ കൃഷ്ണശുക്ലയോഃ പ്രജാനാം സർവാസാം രാജാന്തഃസോമഃ നഃ ആസ്തു ഇതി സ്വഗോഭിഃ പിതൃദേവേഭ്യോ വിഭജൻ കൃഷ്ണശുക്ലയോഃ പ്രജാനാം സർവാസാം രാജാന്തഃസോമോ ന ആസ്ത്വിതി 13ാவது ഗദ്യഭാഗം ഏവം സുരോദാത് ബഹിഃ തത് ദ്വിഗുണഃ സമാനേന ആവൃതഃ ഘൃതോദേന യഥാപൂർവഃ കുശദ്വീപഃ യസ്മിൻ കുശസ്തംഭഃ ദേവകൃതഃ തത് ദ്വീപ ആഖ്യാകരഃ ജ്വലന ഇവ അപരഃ സ്വശഷ്പരോജിഷാ ദിശഃ വിരാജയതി ഏവം സുരഃ ഉദാത് സുരോദാത് ബഹിഃ തത് ദ്വിഗുണഃ സമാനേന ആവൃതഃ ഘൃതഃ ഉദേന ഘൃതോദേന യഥാപൂർവഃ കുശദ്വീപോ യസ്മിൻ കുശസ്തംഭോ ദേവകൃതഃ തത് ദ്വീപ ആഖ്യാകരഃ ജ്വലന ഇവ അപരഃ സ്വശഷ്പരോജിഷാ ദിശഃ വിരാജയതി ഏവം സുരോദാത് ബഹിസ്തദ്വിഗുണ സമാനേനാവൃതോ ഘൃതോദേന യഥാ പൂർവ കുശദ്വീപോ യസ്മിൻ കുശസ്തംഭോ ദേവകൃതസ്തദ്ദീപാഖ്യാകരഃ ജ്വലന ഇവാപര സ്വശഷ്പരോജിഷാ ദിശോ വിരാജയതി 14ാவது ഗദ്യഭാഗം തത് ദ്വീപപതിഃ പ്രയവ്രതഃ രാജൻ ഹിരണ്യരേതാ നാമ സ്വം ദീപം സപ്തഭ്യഃ സ്വപുത്രേഭ്യഃ യഥാ ഭാഗം വിഭജ്യ സ്വയം തപ ആദിഷ്ടത വസു
वसुसुदान दृढरुचि नाभिगुप्त स्तुत्यव्रत विविक्त वामदेव नामभ्यः तद्देवपतिः प्रयव्रतो राजन् हिरण्यरेतानाम स्वं दीपं सप्तभ्यः स्वपुत्रेभ्यो यदा भागं विभज्य स्वयं तप आदिष्टद वसुसुदान दृढरुचि नाभिगुप्त स्तुत्यव्रत विविक्त वामदेव नामभ्यः. പതിനഞ്ചാമത് ഗദ്യഭാഗം. തേഷാം വർഷേഷു സീമാഗിരയഃ നദ്യഃ ച അഭിജ്ഞാതാഃ സപ്ത സപ്ത ഏവ ചക്രഃ ചതുശൃംഗഃ കപിലഃ ചിത്രകൂടഃ ദേവാനീക ഊർധ്വരോമാ ദ്രവിണ ഇതി രസകുല്യാ മധുകുല്യാ മിത്രവിന്താ ശ്രുതവിന്താ ദേവഗർഭാ ഘൃതച്യുതാ മന്ത്രമാലാ ഇതി. തേഷാം വർഷേഷു സീമാഗിരയോ നദ്യശ്ചാഭിജ്ഞാതാ സപ്ത സപ്തൈവ ചക്രശ്ച തുംഗ ചക്രശ്ച തുശൃംഗ കപില ചിത്രകൂടോ ദേവാനീക ഊർധ്വരോമാ ദ്രവിണ ഇതി രസകുല്യാ മധുകുല്യാ മിത്രവിന്ദാ ശ്രുതവിന്ദാ ദേവഗർഭാ ഘൃതച്യുതാ മന്ത്രമാലേതി. തേഷാം വർഷേഷു സീമാഗിരയോ നദ്യശ്ചാഭിജ്ഞാതാ സപ്ത സപ്തൈവ ചക്രശ്ചതുശൃംഗ കപിലശ്ചിത്രകൂടോ ദേവാനീക ഊർധ്വരോമാ ദ്രവിണ ഇതി രസകുല്യാ മധുകുല്യാ മിത്രവിന്ദാ ശ്രുതവിന്ദാ ദേവഗർഭാ ഘൃതച്യുതാ മന്ത്രമാലേതി. പതിനാറാവത് ഗദ്യഭാഗം. യാസാം പയോഭിഹി കുശദ്ദീപ ഔഗസഃ കുശല കോവിദ അഭിയുക്തഃ കുളക സംജ്ഞാ ഭഗവന്തം ജാതവേദ സ്വരൂപിണം കർമ്മകൗശലേന യജന്തേ. യാസാം പയോഭി കുശദ്ദീപൗഗസ കുശല കോവിദാഭിയുക്ത കുളക സംജ്ഞാ ഭഗവന്തം ജാതവേദ സ്വരൂപിണം കർമ്മകൗശലേന യജന്ത. പതിനേഴാവത് ഗദ്യഭാഗം. പരസ്യ ബ്രഹ്മണഃ സാക്ഷാത് ജാതവേദോ അസി ഹവ്യവാട് ദേവാനാം പുരുഷാംഗാനാം യജ്ഞേന പുരുഷം യജേതി. പരസ്യ ബ്രഹ്മണഃ സാക്ഷാത് ജാതവേദഃ അസി ഹവ്യവാട് ദേവാനാം പുരുഷ അംഗാനാം യജ്ഞേന പുരുഷം യജ ഇതി. പരസ്യ ബ്രഹ്മണ സാക്ഷാത് ജാതവേദോസി ഹവ്യവാട് ദേവാനാം പുരുഷാംഗാനാം യജ്ഞേന പുരുഷം യജേതി. പതിനെട്ടാവത് ഗദ്യഭാഗം. തദാജ ഘൃതഃ ഉദാത് ബഹിഃ ഘൃതോദാത് ബഹിഃ ക്രൗഞ്ചദീപഃ ദ്വിഗുണഃ ക്രൗഞ്ചദീപോ ദ്വിഗുണ സമാനേന ക്ഷീര ഉദേന ക്ഷീരോദേന പരിത ഉപക്ലിപ്തഃ വൃതഃ യദാ കുശദ്ദീപഃ ഘൃത ഉദേന ഘൃതോദേന യസ്മിൻ ക്രൗഞ്ചഃ നാമ പർവതരാജഃ ക്രൗഞ്ചോ നാമ പർവതരാജോ
दीपनाम निर्वर्तक आस्ते तदा च घृतोदाद्बहिः क्रौञ्चद्दीपो द्विगुणसमानेन क्षीरोदेन परिद उपक्लिप्तवृतो यदा कुशद्दीपो घृतोदेन यस्मिन् क्रौञ्चो नाम पर्वतराजो दीपनाम निर्वर्तक आस्ते. घृतसागरத்துக்கு அந்த பக்கமாயிட்டு 16 லட்சம் யோஜனை விஸ்தாரத்தோடு கூடின கிரௌஞ்ச தீபம் ஸ்திதி பண்றது. அதுக்கு 4 பக்கவுமாயிட்டு க்ஷீரசாகரம் ஸ்திதி பண்றது. கிரௌஞ்சம் அப்படின்னு பேரோடு கூடின ஒரு பர்வதம் அங்க இருக்கிறதுனாலியாக்கும் கிரௌஞ்ச தீபுக்கு அப்படி ஒரு பேரு வந்தது. 19வது கத்தியபாகம். யஹா அசௌ குஹ பிரஹரணஹ உன்மதிதஹ நிதம்ப குஞ்சஹ அபி க்ஷீர உதேன ஆசிச்யமானஹ பகவதா வருணேன அபிகுப்தஹ விபயஹ பபூவ. யோசௌ குஹ प्रहरणोन्मदिद निदम्बकुञ्जोऽपि क्षीरोदेनासिच्यमानो भगवता वरुणेनाभिगुप्तो बिभयो बभूव. 20வது கத்தியபாகம். तस्मिन् अभि प्रयव्रतः घृतपृष्ठः नाम अधिपतिः स्वे दीपे वर्षाणि सप्त विभज्य तेषु पुत्रनामसु सप्त रिक्तादान् वर्षभान् निवेश्य स्वयं भगवान् भगवतः परमकल्याणयशसः आत्मभूतस्य हरेः चरण अरविन्दम् उपजगाम. तस्मिन्नपि प्रयव्रतो घृतपृष्ठो नामाधिपति स्वे दीपे वर्षाणि सप्त विभज्य तेषु पुत्रनामासु सप्त रिक्तादान् वर्षभान् निवेश्य स्वयं भगवान् भगवतः परमकल्याणयशस आत्मभूतस्य हरेश्चरणारविन्दमुपजगाम. 21வது ஸ்லோகம். आमो मधुरुहो मेघपृष्ठः सुदामा भ्राजिष्ठो लोहितार्णो वनस्पतिः इति. घृतपृष्ठ सुदाः तेषां वर्षगिरयः सप्त सप्त एव नद्यः च अभिज्ञाताः. शुक्लः वर्धमानः भोजन उपबर्हिणः नन्तः नन्तनः सर्वतो भद्रा इति. अभया अमृतौगा आर्यगा तीर्थवती रूपवती पवित्रवती शुक्लः इति. आमो मधुरुहो मेघपृष्ठ सुदामा भ्राजिष्ठो लोहितार्णो वनस्पतिरिति. घृतपृष्ठ सुदास्तेषां वर्षगिरय सप्त सप्तैव नद्यश्चाविख्याता. शुक्लो वर्धमानो भोजन उपबर्हिणो नन्दो नन्दन सर्वतो भद्र इति. अभया अमृतौगा आर्यगा तीर्थवती रूपवती पवित्रवती शुक्लेति. இருபத்திரண்டாவது ஸ்லோகம். யாசாம் அம்பஹா பவித்ரம் அமலம் உபயுஜ்ஞானாஹ புருஷ ரிஷப திரவிண தேவக சத்ஞா வர்ஷபுருஷாஹ ஆபோமயம் தேவம்
അപാംപൂർണേന അഞ്ജലിനാ യജന്തെ യാസാമംബഃ പവിത്രമമലമുപയുജ്ഞാനാഃ പുരുഷഋഷഭദ്രവിണദേവകസജ്ഞാ വർഷപുരുഷാ ആപോമയം ദേവം അപാംപൂർണേന അഞ്ജലിനാ യജന്തെ യാസാമംബഃ പവിത്രമമലമുപയുജ്ഞാനാഃ പുരുഷഋഷഭദ്രവിണ ദേവകസജ്ഞാ വർഷപുരുഷാ ആപോമയം ദേവമപാംപൂർണേന അഞ്ജലിനാ യജന്തെ. 23ാമത് ഗദ്യഭാഗം. ആപഃ പുരുഷവീര്യാഃ സ്ഥ പുനന്ദീഃ ഭൂർഭുവസ്സുവഃ താഃ നഃ പുനീതാം ഇവ അഗ്നിഃ പുനീതാം അമീവഗ്നിഃ സ്പൃശത ആത്മനാ ഭുവ ഇതി. ആപഃപുരുഷവീര്യാഃ സ്തപുനന്തിർഭൂർഭുവസ്സുവഃ താ ന പുനീതാമിവ അഗ്നിഃ സ്പൃശതാമാത്മനാ ഭുവ ഇതി. 24ാമത് ഗദ്യഭാഗം. ഏവം പുരസ്താദ് ക്ഷീരോദാദ് പരിത ഉപവേശിതഃ ശാഖദ്വീപഃ ദ്വാത്രിംശത് ലക്ഷയോജന ആയാമഃ സമാനേന ച ദതിമണ്ഡോദേന പരീതഃ യസ്മിൻ ശാഖഃ നാമ മഹീരുഹഃ സ്വക്ഷേത്ര വ്യപദേശ കഃ യസ്യ ഹ മഹാസുരഭിഗന്ധഃ തം ദീപം അനുവാസയതി. ഏവം പുരസ്താദ് ക്ഷീരോദാദ് പരിത ഉപവേശിത ശാഖദ്വീപോ ദ്വാത്രിംശത് ലക്ഷയോജന ആയാമഃ ദ്വാത്രിംശത് ലക്ഷയോജനായാമഃ സമാനേന ച ദതിമണ്ഡോദേന പരീതഃ യസ്മിൻ ശാഖോ നാമ മഹീരുഹ സ്വക്ഷേത്ര വ്യപദേശ കഃ യസ്യ ഹ മഹാസുരഭിഗന്ധഃ തം ദീപം അനുവാസയതി. ഏവം പുരസ്താദ് ക്ഷീരോദാദ് പരിത ഉപവേശിത ശാഖദ്വീപോ ദ്വാത്രിംശത് ലക്ഷയോജനായാമ സമാനേന ച ദതിമണ്ഡോദേന പരീതോ യസ്മിൻ ശാഖോ നാമ മഹീരുഹ സ്വക്ഷേത്ര വ്യപദേശ കോ യസ്യ മഹാസുരഭിഗന്ധസ്തം ദീപമനുവാസയതി. 25ാമത് ഗദ്യഭാഗം. തസ്യ അഭിപ്രയവ്രതഃ ഏവ അധിപതിഃ നാംനാ മേധാതിഥിഃ സഹ അഭിവിഭജ്യ സപ്തവർഷാണി പുത്രനാമാനി തേഷു സ്വ ആത്മജാൻ പുരോജവ മനോജവ പവമാന ധൂമ്രാനീക ചിത്രരേബ ബഹുരൂപ വിശ്വധര സംജ്ഞാൻ നിദാപ്യ അധിപതീൻ സ്വയം ഭഗവതി അനന്ത ആവേശിതമതിഃ തപോവനം പ്രവിവേശ. തസ്യാഭിപ്രയവ്രത ഏവ അധിപതിർനാംനാ മേധാതിഥി
सोऽपि विभज्य 7 वर्षाणि पुत्रनामानि तेषु स्वात्मजान् पुरोजव मनोजव पवमानधूम्राणीकचित्ररेव बहुरूप विश्वदार संज्ञान् निदाप्याधिपतीन् स्वयं भगवत्यनन्द आवेशितमधिस्तपोवनं प्रविवेश. 26வது ഗദ്യഭാഗം. ഏതേഷാം വർഷമര്യാദാ ഗിരയഃ നദ്യഃ ച സപ്ത സപ്ത ഏവ ഈശാനഃ ഉരുശൃംഗഃ ബലഭദ്രഃ ശതകേസരഃ സഹസ്രസ്രോതഃ ദേവപാലഃ മഹാനസഃ ഇതി അനഘാ ആയുർധാ ഉഭയസ്പൃഷ്ടിഃ അപരാജിതാ പഞ്ചപദി സഹസ്രശ്രുതിഃ നിജധൃതിഃ ഇതി. ഏതേഷാം വർഷമര്യാദാ ഗിരയോ നദ്യശ്ച സപ്ത സപ്തൈവ ഈശാന ഉരുശൃംഗോ ബലഭദ്ര ശതകേസര സഹസ്ര സ്രോതോ ദേവപാലോ മഹാനസ ഇതി അനഘായുർധാ ഉഭയസ്പൃഷ്ടിരപരാജിത പഞ്ചപദി സഹസ്രശ്രുതിർനിജധൃതിരിതി. ഏതേഷാം വർഷമര്യാദാ ഗിരയോ നദ്യശ്ച സപ്ത സപ്തൈവ ഈശാന ഉരുശൃംഗോ ബലഭദ്ര ശതകേസര സഹസ്രസ്രോതോ ദേവപാലോ മഹാനസ ഇതി അനഘായുർധാ ഉഭയസ്പൃഷ്ടിരപരാജിത പഞ്ചപദി സഹസ്രശ്രുതിർനിജധൃതിരിതി. 27வது ശ്ലോകം. തദ്വർഷ പുരുഷ ഋതവ്രത സത്യവ്രത ദാനവ്രത അനുവ്രത നാമാനഃ ഭഗവന്തം വായു ആത്മകം പ്രാണായാമ വിദൂത രജഃ തമസഃ പരമസമാധിനാ യജന്തെ. തദ്വർഷ പുരുഷ ഋതവ്രത സത്യവ്രത ദാനവ്രതാനുവ്രത നാമാനോ ഭഗവന്തം വായുവാത്മകം പ്രാണായാമ വിദൂത രജസ്തമസ പരമസമാധിനാ യജന്തെ. 28வது ഗദ്യഭാഗം. வாயு ஸ்வரூபனாயிட்டு பரம்பொருளை பார்த்து அங்கே இருக்கிறவா ஸ்துதிக்கிறதையாக்குமே இங்க நம்ம பார்க்கிறோம். அந்தஹ பிரவிஷ்ய பூதானி யஹ விபர்த்தி ஆத்மகேதுபிஹி அந்தர்யாமி ஈஸ்வரஹ சாட்சாத் பாது நஹ யத்வசே ஸ்புடம். அந்த பிரவிஷ்ய பூதானி யோ பிபர்த்யாத்மகேதுபிஹி അന്തര്യാമീശ്വര സാക്ഷാത് പാതുനോ യദ്വശേ സ്ഫുടം. അന്തഃപ്രവിശ്യ ഭൂതാനി യോ ബിഭർത്യാത്മകേതുഭിഃ അന്തര്യാമീശ്വര സാക്ഷാത് പാതുനോ യദ്വശേ സ്ഫുടം. 29வது ഗദ്യഭാഗം. ഏവം ഏവ ദതിമണ്ഡോദാത് ദതിമണ്ഡ ഉദാത് പരതഃ പുഷ്കരദ്വീപഃ തതഃ ദ്വിഗുണ ആയാമഃ സമന്തതഃ ഉപകൽപ്പിത സമാനേന സ്വാദ് ഉദകേന സമുദ്രേണ ബഹിഃ ആവൃതഃ യസ്മിൻ ബൃഹദ് പുഷ്കരം ജ്വലനശിഖ അമല കനകപത്ര അയുധ അയുധം ഭഗവതഃ കമലാസനസ്യ അധ്യാസനം പരികൽപ്പിതം.
एवमेव दधिमण्डोदाद् परदपुष्करद्दीपस्ततो द्विगुण आयामः द्विगुणायामसमन्तद उपकल्पितसमानेन स्वादूदकेन समुद्रेण बहिरावृतो यस्मिन् बृहत्पुष्करं ज्वलनशिखामलकनकपत्रायुधायुधं भगवद कमलासनस्य अध्यासनं परिकल्पितम्। एवमेव दधिमण्डोदात् परतः पुष्करद्दीपस्ततो द्विगुणायाम समन्तद उपकल्पितसमानेन स्वादूदकेन समुद्रेण बहिरावृतो यस्मिन् बृहत्पुष्करं ज्वलनशिखामलकनकपत्रायुधं भगवद कमलासनस्याध्यासनं परिकल्पितम्। 30வது गद्यभागम् तद् द्वीपमध्ये मानसोत्तरनाम एक एव अर्वाचीनपराचीनवर्षयोः मर्याद अजलः अयुधयोजनः उत्स्राय आयामः यत्र तु चतस्रुषु दिक्षु चत्वारि पुराणि लोकपालानाम् इन्द्र आदीनां यद् उपरिष्टाद् सूर्यरथस्य मेरुं परिभ्रमतः संवत्सर आत्मकं चक्रं देवानाम् अहोरात्राभ्यां परिभ्रमति। तद्दीपमध्ये मानसोत्तरनामैक एवार्वाचीनपराचीनवर्षयोर्मर्यादाजलो अयुधयोजनो श्रायायामः अयुधयोजनः उत्स्राय आयामः। वर्षयोर्मर्यादाजलो अयुधयोजनो श्रायायामो यत्र तु चतस्रुषु दिक्षु चत्वारि पुराणि लोकपालानाम् इन्द्रादीनां यदुपरिष्टाद् सूर्यरथस्य मेरुं परिभ्रमदा संवत्सरात्मकं चक्रं देवानाम् अहोरात्राभ्यां परिभ्रमति। तद्दीपमध्ये मानसोत्तरनामैक एवार्वाचीनपराचीनवर्षयोर्मर्यादाजलो युधयोजनो श्रायायामो यत्र तु चतस्रुषु दिक्षु चत्वारि पुराणि लोकपालानाम् इन्द्रादीनां यदुपरिष्टाद् सूर्यरथस्य मेरुं परिभ्रमद संवत्सरात्मकं चक्रं देवानाम् अहोरात्राभ्यां परिभ्रमति। 31வது गद्यभागम् एतद् द्वीपस्य अपि अधिपतिः प्रयव्रतः वीदिहोत्रः नाम एतस्य आत्मजौ रमणग दादगी नामानौ वर्षपदी नियुज्य
सः स्वयं पूर्वजवद् भगवत् कर्मशील एव आस्ते एतद्दीपस्याप्यधिपतिः प्रयव्रतो वीदिहोत्रो नामैतस्यात्मजौ रमणगदादगीनामानौ वर्षपदी नियुज्य स स्वयं पूर्वजवद् भगवत् कर्मशील एवास्ते മുപ്പത്തിരണ്ടാമത് ഗദ്യഭാഗം. തത് വർഷ പുരുഷ ഭഗവന്തം ബ്രഹ്മരൂപിണം സകർമ്മകേണ കർമ്മണ ആരാധയന്തി ഇദം ച ഉദാഹരന്തി. തദ്വർഷ പുരുഷ ഭഗവന്തം ബ്രഹ്മരൂപിണം സകർമ്മകേണ കർമ്മണാരാധയന്തീദം ചോദാഹരന്തി. തദ്വർഷ പുരുഷ ഭഗവന്തം ബ്രഹ്മരൂപിണം സകർമ്മകേണ കർമ്മണാ ആരാധയന്തി ഇദം ച ഉദാഹരന്തി. മുപ്പത്തിമൂന്നാമത് ശ്ലോകം. அந்த உபபூகண்டங்களில் இருக்கிற ஜனங்கள் பிரம்மதேவனை ஸ்துதிச்ச மந்திரம். எது தது கர்மமயம் லிங்கம் பிரம்மலிங்கம் ஜனஹ அர்ச்சயேத் ஏகாந்தம் அத்வயம் சாந்தம் தஸ்மை பகவதே நம இதி. யத்தத் கர்மமயம் லிங்கம் பிரம்மலிங்கம் ஜனோர்ச்சயேத் ஏகாந்தமத்வயம் சாந்தம் தஸ்மை ഭഗവതേ നമഃ ഇതി. 34ാമത് ഗദ്യഭാഗം. ഋഷിരുവാച ഋഷിഹി ഉവാച. ஸ்ரீசுக பிரம்மர்ஷி பரீட்சித்துக்கு சொல்லறார், எக்ஸ்பிளைன் பண்றார். ததஹா பரஸ்தாத் லோகாலோக நாம அஜலஹா. ലോകാലോകയോः അന്തരാളേ പരിത ഉപക്ഷിപ്തഃ. തതഃ പരസ്താലോകാലോകനാമാജലോ ലോകാലോകയോരന്തരാളേ പരിത ഉപക്ഷിപ്തഃ. 35ാമത് ഗദ്യഭാഗം. യാവത് മാനസോത്തര മേർവോഹോ അന്തരം താവതി ഭൂമിഹി കാഞ്ചനി അന്യാ ആദർശതലോപമാ യസ്യാം പ്രഹിതഃ പദാർത്ഥഃ ന കഥംചിത് പുനഃ പ്രത്യുപലഭ്യതേ. തസ്മാത് സർവ സത്വ പരിഹൃതാ ആസീത്. യാവന്മാനസോത്തരമേർവോരന്തരം താവതി ഭൂമിഃ കാഞ്ചനി അന്യാ ആദർശതലോപമാ യസ്യാം പ്രഹിത പദാർത്ഥോ ന കഥംചിത്
പുനഃ പ്രത്യുപലഭ്യത്തെ തസ്മാത് സർവസത്വപരിഹൃതാ ആസീത് യാവന്മാനസോത്തരമേർവോരന്തരം താവതീ ഭൂമി കാഞ്ചന്യന്യാദർശതലോപമായസ്യാം പ്രഹിതപദാർത്ഥോ ന കഥഞ്ചിത് പുനഃ പ്രത്യുപലഭ്യത്തെ തസ്മാത് സർവസത്വപരിഹൃതാസീത്. 36ാമത് ഗദ്യഭാഗം. ലോക അലോക ഇതി സമാഖ്യ യത് അനേന അജലേന ലോക അലോകസ്യ അന്തർവർത്തിന തത് അവസ്ഥാപ്യതേ. ലോകാലോക ഇതി സമാഖ്യ യദനേന അജലേന ലോകാലോകസ്യാന്തർവർത്തിന തദവസ്ഥാപ്യതേ. 37ാമത് ഗദ്യഭാഗം. സഹ ലോകത്രയ അന്തേ പരിതഃ ഈശ്വരേണ വിഹിതഃ യസ്മാത് സൂര്യ ആദീനാം ധ്രുവ അപവർഗാണാം ജ്യോതിർഗണാനാം ഗഭസ്തയഃ അർവാദീനാൻ ത്രീൻ ലോകാൻ ആവിതന്വാനാഹ ന കദാചിത് പരാധീനാഹ ഭവിതും ഉത്സഹന്തെ താവത് ഉന്നഹന ആയാമഹ. സലോകത്രയാന്തേ പരിത ഈശ്വരേണ വിഹിതോ യസ്മാത് സൂര്യാദീനാം ധ്രുവാപവർഗാണാം ജ്യോതിർഗണാനാം ഗഭസ്തയോർവാദീനാം ത്രീൻ ലോകാനാവിതന്വാനാഃ ന കദാചിത് പരാധീനാ ഭവിതുമുത്സഹന്തെ താവതുന്നഹന ആയാമഹ. 38ാമത് ഗദ്യഭാഗം. ഏതാവാൻ ലോകവിന്യാസഃ മാനലക്ഷണ സംസ്ഥാഭിഃ വിചിന്തിതഃ കവിഭിഃ സഹ തു 50 കോടിഃ ച ഗണിതസ്യ ഭൂഗോളസ്യ തുരീയഭാഗഃ അയം ലോകാലോകാചലഃ. ഏതാവാം ലോകവിന്യാസോ മാനലക്ഷണ സംസ്ഥാഭിർവിചിന്തിതഃ കവിഭിഃ സതു 50 കോടിശ്ച ഗണിതസ്യ ഭൂഗോളസ്യ തുരീയഭാഗോയം ലോകാലോകാചലഃ. ഭൂലോകത്തോട് വിസ്താരം, ലക്ഷണം, അളവ്, അത് സ്ഥിതി ചെയ്യற സ്ഥാനം, ഇതെല്ലാം ஞானிகள் சிந்தனை பண்ணி புரிஞ்சுருக்கா. பூகோளத்தோடு மொத்தம் விஸ்தீர்ணம் அப்படிங்கிறது 50 கோடி யோஜனையாக்கும். ഇതിനോട് 4/1 ലോകാലോക പർവ്വതത്തോട് വിസ്തീർണം. ഏതാവാൻ ഇത്രയുമാക്കും ലോകവിന്യാസ ടോട്ടൽ ലോകത്തോട് മുഴുവൻ സ്ഥലങ്ങൾ പാർട്സ്. മാനലക്ഷണ, மான அப்படின்னா மெஷர்மெண்ட், லட்சண அப்படின்னா அடையாளம்.
അളവും അടയാളവും സംസ്ഥാപിഹി സ്ഥിതി ഇതെല്ലാമും വിചിന്തിതഃ நன்னா சிந்தனை பண்ணி கவிபிகி பண்டிதர்களால தீர்மானம் செய்யப்பட்டிருக்கு. சஹா து இந்த லோகங்கள் இருக்கே அதாகட்டும் 50 கோடிகீச்ச 50 கோடியும் ஆக்கும் அப்படின்னாக்கும் கணிதஸ்ய കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട് ഭൂഗോളത്തോട് തുരീയഭാഗ അവസ്ഥാത്രയം அப்படிங்கிறது ஜாகிரத் சொப்ன சுஷுப்தி அவஸ்தகள் 3. அப்போ அவஸ்தாத்ரயம் அப்படிங்கிறது 3. துரியம் அப்படிங்கிறது அவஸ்தாத்ரயங்களுக்கு அப்பாற்பட்டது துரியம். அதனால இங்க துரிய பாகா அப்படின்னா 4ல் ஒரு பாகம். அயம் இந்த லோகாலோக அஜலஹா லோகாலோக பர்வதம் அப்படிங்கிறது இருக்கு. பூகோளத்தோட டோட்டல் மெஷர்மெண்ட் 50 கோடி யோஜனை இருக்கிறதுல அதனோடு 40ல் ஒரு பார்ட் மட்டும்தான் இவ்வளோ பெருசா இருக்கிற இந்த லோகாலோக பர்வதம் அப்படிங்கிறது. നമ്മളോട് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുறதுக்கு സാധിക്കാത്തത്രയ്ക്കും നമുക്ക് സങ്കല്പിக்கிறதுக்கு സാധിക്കാത്തത്രയ്ക്കും விஸ்தாரம் அப்படின்னு சொல்றதுக்காக்கும் இந்த 50 கோடி யோஜனை அப்படின்னு சொன்னது. 39வது கத்தியபாகம். தது உபரிஷ்டாத் சதஸ்ருஷு ஆசாசு ஆத்மயோனினா அகில ஜகத் குருணா அதிநிவேஷிதா ஏ திரதபதயः ரிஷபः புஷ்கரச்சூடः வாமனः அபராஜிதः இதி சகலலோகஸ்திதிஹேதவः. ததுபரிஷ்டாத் சதஸ்ருஷ்வாசாசு ஆத்மயோனினா அகில ஜகத்குருணா அதிநிவேஷிதா ஏ திரதபதய ரிஷப புஷ்கரச்சூடோ வாமனோ அபராஜிதா இதி சகலலோகஸ்திதிஹேதவः. 40வது கத்தியபாகம். தேஷாம் ஸ்வவிபூதீனாம் லோகபாலானாம் ச விவித வீர்யः உபபிரும்ஹணாய பகவான் பரமமஹாபுருஷः மகாவிபூதிபதிः அந்தர்யாமி ஆத்மனः விசுத்தசத்வம் தர்மஞானவைராக்ய ஐஸ்வர்ய ஆதி அஷ்டமஹாசித்திः உபலட்சணம் விஸ்வக்சேனாதிபிः ஸ்வபார்ஷதப்பிரவரைः பரிவாரிதः நிஜவர ஆயுத उपशोभितैः निजभुजदण्डैः सन्तारयमाणः तस्मिन् गिरिवरे समन्दाद् सकललोक स्वस्तय आस्ते. तेषां स्वविभूतीनां लोकपालानां च विविध वीर्योपबृंहणाय भगवान् परममहापुरुषो महाविभूतिपतिरन्तर्याम्यात्मनो
വിശുദ്ധസത്വം ധർമ്മജ്ഞാനവൈരാഗ്യ ഐശ്വര്യ ആദി അഷ്ടമഹാസിദ്ധി ഉപലക്ഷണം വിശ്വക്സേനാദിഭിः സ്വപാർഷദപ്രവരൈः പരിവാരിതോ നിജവരായുധോപശോഭിതൈർനിജഭുജദണ്ഡൈः സന്താരയമാണസ്തസ്മിൻ ഗിരിവരെ സമന്താത് സകലലോകസ്വസ്ഥയ ആസ്തേ തേഷാം സ്വവിഭൂതീനാം ലോകപാലാനാം ച വിവിധ വീര്യോപബൃംഹണായ ഭഗവാൻ പരമമഹാപുരുഷോ മഹാവിഭൂതിപതിരന്തര്യാമ്യാത്മനോ വിശുദ്ധസത്വം ധർമ്മജ്ഞാനവൈരാഗ്യേ ഐശ്വര്യാദ്യഷ്ടമഹാസിദ്ധ്യുപലക്ഷണം വിശ്വക്സേനാദിഭിः സ്വപാർഷദപ്രവരൈः പരിവാരിതോ നിജവരായുധോപശോഭിതൈർനിജഭുജദണ്ഡൈः സന്താരയമാണസ്തസ്മിൻ ഗിരിവരെ സമന്താത് സകലലോകസ്വസ്ഥയ ആസ്തേ. 41 ഗദ്യഭാഗം. ആകൽപം ഏവം വേഷം ഗതഃ യേശഃ ഭഗവാൻ ആത്മയോഗമായയാ വിരചിത വിവിധ ലോകയാത്ര ഗോപീതായ ഇതി അർത്ഥഃ. ആകൽപമേവം വേഷം ഗത ഏഷ ഭഗവാനാത്മയോഗമായയാ വിരചിത വിവിധ ലോകയാത്ര ഗോപീതായേത്യർത്ഥഃ. 42 ഗദ്യഭാഗം. യഹ അന്തർവിസ്താര ഏതേന ഹി അലോക പരിമാണം ച വ്യാഖ്യാതം യത് ബഹിഃ ലോക അലോക അചലാത് തതഃ പരസ്താത് യോഗേശ്വര ഗതിം വിശുദ്ധാം ഉദാഹരന്തി. യോന്തർവിസ്താര ഏതേന ഹ്യലോകപരിമാണം ച വ്യാഖ്യാതം യത് ബഹിർലോകാലോകാചലാത് തദ പരസ്താദ് യോഗേശ്വരഗതിം വിശുദ്ധാമുദാഹരന്തി. 43 ഗദ്യഭാഗം. അണ്ഡമധ്യഗതഃ സൂര്യഃ ദ്യോ വാ ഭൂമ്യോഃ യത് അന്തരം സൂര്യാണ്ഡഗോളയോഃ മധ്യേ കോട്യഃ സ്യുഃ പഞ്ചവിംശതിഃ. അണ്ഡമധ്യഗതഃ സൂര്യോ ദ്യാവാ ഭൂമ്യോര്യദന്തരം സൂര്യാണ്ഡഗോളയോർമധ്യേ കോട്യഃ സ്യുഃ പഞ്ചവിംശതിഃ. அங்கயாக்கும் சூரியன் ஸ்திதி பண்ணுறது. 44 ஸ்லோகம்.
മൃദേ അണ്ഡേ ഏഷഃ ഏതസ്മിൻ യത് അഭൂത് തതഃ മാർത്തണ്ഡ ഇതി വ്യപദേശഃ ഹിരണ്യഗർഭ ഇതി യത് ഹിരണ്യാണ്ഡ സമുദ്ഭവഃ മൃദേണ്ഡ ഏഷ ഏതസ്മിൻ യദഭൂത് തഥോ മാർത്തണ്ഡ ഇതി വ്യപദേശ ഹിരണ്യഗർഭ ഇതി യത് ഹിരണ്യാണ്ഡ സമുദ്ഭവഃ. 45 ഗദ്യഭാഗം. സൂര്യേണ ഹി വിഭജ്യന്തേ ദിശഃ ഗം ദ്യൗഃ മഹീഭിദാ സ്വർഗ അപവർഗൗ നരക രസൗഗാംസി ച സർവശഃ. സൂര്യേണ ഹി വിഭജ്യന്തേ ദിശ ഗം ദൗർമഹീഭിദാ സ്വർഗാപവർഗൗ നരകാ രസൗഗാംസി ച സർവശഃ. 46 ഗദ്യഭാഗം. ദേവ തിര്യങ് മനുഷ്യാണാം സരിത് സൃഭ സവിരുദാം സർവജീവനികായാനാം സൂര്യ ആത്മാ ദൃക് ഈശ്വരഃ. ദേവതിര്യങ് മനുഷ്യാണാം സരീസൃഭ സവീരുദാം സർവജീവനികായാനാം സൂര്യ ആത്മാ ദൃഗീശ്വരഃ. இப்படி சொல்லிட்டு ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ 20ാമത് അധ്യായം മുടിവടയുന്നത്.